ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഒരു പ്രിൻ്റഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങും ജോർജറ്റിൽ വരുന്ന ഒരു പ്രിൻ്റഡ് മെറ്റീരിയലുമാണ് എടുത്തിരിക്കുന്നത്. 3 മീറ്റർ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാനൽ കട്ട് ചെയ്യുമ്പോൾ 3 പീസായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിനകത്ത് ഒരു ഡിസൈനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് പിന്നെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇടാം. ആദ്യം നമ്മൾ ലൈനിങ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ നിപ്പിളിൻ്റെ വിഡ്ത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 8 ഇഞ്ച് ചെസ്റ്റിൻ്റെ അവിടെ നിപ്പിൾ വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി 4, പിന്നെ പ്ലസ് തയ്യൽ തുമ്പ് 1 ഇഞ്ചോടെ കൂട്ടി 4.5 നമുക്ക് അടയാളപ്പെടുത്തി എടുക്കാം. പിന്നെ ഷേപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടെ നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ച് 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള നിപ്പിൾ വിഡ്ത്ത് നോക്കിയിട്ടാണ് നമ്മൾ ഈ മാർക്കിങ് നടത്തിയെടുക്കുന്നത്. പിന്നെ താഴെ ഭാഗത്ത് നമുക്കൊരു 10 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഷേപ്പിൻ്റെ അവിടെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ച പോയിന്റിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ചെരിച്ച് വരച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആദ്യം ഒന്ന് മാർക്കിങ് നടത്തി കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ മാക്സിമം നമുക്ക് ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ ഒരു ഫ്രോക്ക് ടൈപ്പാണിത്. അപ്പോൾ കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഫ്ലെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 പീസ് പാനലിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ പാനലിൽ തന്നെ ഡിസൈൻ ചെയ്താലാണ് നമുക്ക് ഫ്രണ്ട് പീസിലൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ നേരെ തലതിരിച്ച് വിഡ്ത്ത് താഴ്ഭാഗത്ത് നമ്മൾ 10 ഇഞ്ച് എടുത്തപ്പോൾ ബാക്കി വന്ന ആ വിഡ്ത്ത് കുറഞ്ഞ പീസ് എടുത്ത് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വിഡ്ത്ത് കൂടിയ പോർഷൻ ഇതുപോലെ എടുക്കുക. അപ്പോൾ ചെരിച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാൽ നമുക്ക് കട്ട് ചെയ്യുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം. മുകളിൽ ഷേപ്പിൻ്റെ അവിടെ വരെ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് മാത്രം ആഡ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡറും ആം ഹോളും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോർമൽ ഒരു സ്മോൾ സൈസിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6.5 ഇഞ്ച് ആം ഹോളും 6.5 ഇഞ്ച് ഷോൾഡറുമാണ് മാർക്ക് ചെയ്തെടുത്തത്. പിന്നെ ചെസ്റ്റ് അളവിൻ്റെ 4 അടയാളപ്പെടുത്തി കൊടുത്തിട്ട് 2 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പോടെ പ്ലസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഷേപ്പിൻ്റെ അവിടെ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പാനലായിട്ട് സൈഡിലേക്ക് 4 പീസും സെൻറ്ററിൽ 2 പീസ് അങ്ങനെ മൊത്തം 6 പീസാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇനി നമുക്ക് അതിനകത്ത് നെക്കിൻ്റെ മെഷർമെൻ്റ് എല്ലാം നടത്തി നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ നെക്ക് സ്ക്വയർ ടൈപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് അകലവും ഒരു 6 ഇഞ്ച് ലെങ്ത്തും ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് ഒരു വീനക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അതും ഏകദേശം സെയിം ലെങ്ത്തിൽ തന്നെ എടുക്കുന്നുണ്ട്. വീനക്കായതുകൊണ്ട് ഒരു ഒതുങ്ങിയ ടൈപ്പായിട്ട് വരുമല്ലോ, അപ്പം കുറച്ച് ലെങ്തി ആയിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് മടക്കിയിട്ട പോലെ തന്നെ ലെങ്ത് വൈസ് നമ്മുടെ പ്രിൻ്റഡ് മെറ്റീരിയൽ മടക്കിയിട്ടിട്ട് നമുക്കതിൻ്റെ പിന്നെ ഒന്നും കൂടെ മടക്കി 4 മടക്ക വരുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് എടുക്കാൻ എളുപ്പത്തിന് ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ട് പിന്നെ 4ആയിട്ട് മടക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ മടക്കിയെടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ലെങ്ത് എത്രയാണോ അത് പ്ലസ് തയ്യൽ തുമ്പോടെ ഒന്ന് ആഡ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ്ങിനേക്കാളും കുറച്ച് ലെങ്ത് കൂട്ടിയായിരിക്കണം നല്ല പീസ് എടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര ലെങ്ത് വേണോ അതിനേക്കാൾ കുറഞ്ഞ അളവിനായിരിക്കണം ലൈനിങ് എടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെ സെൻറ്ററിൽ ഫോൾഡിങ് വരുന്ന ഭാഗത്ത് ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അതുപോലെ മാർക്കിങ് ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ബാക്ക് നെക്കാണല്ലോ, അപ്പോൾ ഫ്രണ്ടിന് പീസ് മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രണ്ടിലേക്ക് നമുക്ക് സ്ക്വയർ നെക്കാണ്, അതിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വരുന്ന സൈഡ് പീസാണ്, അത് 4 വരുന്നുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒരേ അളവിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതും നമുക്കിതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുത്ത് എല്ലാ പീസും ഒരുപോലെയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉള്ളിലേക്ക് മടങ്ങിക്കിടക്കണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡ് പീസ് കട്ട് ചെയ്തതിൽ ഒരു പീസ് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ലൈനിങ്ങും നമ്മുടെ നല്ല പീസും നമ്മളിതുപോലെ പാനൽ പോലെ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഈ ഡിസൈനിൽ നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ 3 പീസ് പാനൽ നമുക്ക് ലൈനിങ് ലൈനായിട്ട് ചെയ്തിട്ട് 3 പീസ് പാനലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വേണം. ഈ സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പഫ് സ്ലീവ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം സാധാരണ സ്ലീവ് കട്ട് ചെയ്യും പോലെ ചെയ്തെടുക്കുക. നമുക്ക് പിന്നെ തുണിയുടെ വിഡ്ത്ത് അപ്പടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും പഫായിട്ട് നമുക്ക് കിട്ടും.
അപ്പോൾ സാധാരണ ഷേപ്പ് ചെയ്തെടുക്കും പോലെ ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ 3 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തതിലേക്ക് ഇതുപോലെ വളച്ച് വരഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പഫി ആയിട്ട് നമുക്ക് സ്ലീവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു എൽബോ ലെങ്ത്തിലാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ച് എടുത്താൽ മതി. ഇത് നമുക്കൊരു പഫായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്കിത് പറഞ്ഞ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ 3 പീസസ് ആയിട്ട് നമ്മളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും 3 പീസ് സെപ്പറേറ്റ് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ നല്ല പീസും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പീസുകളെല്ലാം ബാക്കിൻ്റെ സെപ്പറേറ്റ് ജോയിൻ ചെയ്തെടുക്കുക, ലൈനിങ്ങും നല്ല പീസും. അതിനുശേഷം ഫ്രണ്ടിലേക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പ്രിൻറ്റിൽ വരുന്ന ബ്ലൂ പ്രിൻ്റ് ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരെണ്ണം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സൈഡിൽ നമുക്ക് വിട്ട് 4.9 ഇഞ്ച് വരുന്നുണ്ട്. അതിനേക്കാളും 1-2 ഇഞ്ച് നമുക്ക് കൂട്ടി വിട്ട് എടുക്കണം. അതുപോലെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു 6-7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ ലെങ്ത്തിൽ എടുക്കാം. ഇവിടെ ഒരു 8 ഇഞ്ചോളം ഞാൻ എടുത്തിട്ടുണ്ട്. വിട്ട് ശകലം കൂടി കിടന്നോട്ടെ. നമുക്ക് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സൈഡ് വേണ്ട, മുകളിലേക്കും താഴേക്കും വരുന്ന പോർഷൻ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടി അടിച്ചു കൊടുത്താൽ മതി. സൈഡ് പോർഷൻ വേണ്ട കേട്ടോ. സൈഡ് പോർഷൻ നമ്മൾ ആ പീസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് അവിടെ അടിച്ചെടുക്കണ്ട. മുകളിലും താഴെയും വരുന്ന പോർഷൻസ് നമുക്കിതുപോലെ ചെറുതായിട്ട് മടക്കി അടിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒന്ന് കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തതിന് ശേഷം ചോക്ക് എടുത്തൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ സെൻറ്റർ നമുക്കിതുപോലെ കണ്ടുപിടിക്കാം. ഇനി ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ത്രെഡ് ഇതുപോലെ നീട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കതൊന്ന് വലിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ 2 നൂലും സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചെടുത്ത് കൊടുത്തിട്ട് മുകളിൽ നിന്നും താഴെ നിന്നും പതുക്കെ ഒന്ന് ലൂസാക്കി വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലാണ് നമുക്കിതുപോലെ എളുപ്പത്തിൽ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുരുക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫ്ലീറ്റ്സ് എല്ലായിടത്തും ഒരുപോലെ വരാൻ പാകത്തിന് കിട്ടും. എന്നിട്ട് നമുക്ക് സാധാ സ്റ്റിച്ചിൽ തന്നെ സെൻറ്ററിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി അങ്ങനെ ചെയ്യണേലും എളുപ്പം പ്ലീറ്റ് ഇട്ട് കൊടുക്കാനാണെങ്കിൽ അതങ്ങനെ അറിയാവുന്നവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഏതാണോ എളുപ്പം അതേ രീതിയിൽ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ നമ്മൾ സ്ക്വയർ നെക്ക് വെട്ടിയതാണ് ഫ്രണ്ട് പീസ്. അപ്പോൾ ആ പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഫ്രണ്ടിലേക്കാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പീസ് നമ്മൾ സെൻറ്ററിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്തത് ആ മാർക്കിങ്ങിൻ്റെ മുകളിൽ വരാൻ പാകത്തിന് വെച്ച് കൊടുക്കുക. അപ്പോൾ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള തയ്യൽ തുമ്പ് ഒക്കെ ഒന്ന് കൊടുത്തിട്ട് വേണം താഴത്തേക്ക് ഈ പ്ലീറ്റുള്ളത് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് സൈഡും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ സൈഡും ഒരേപോലെ 2 സൈഡിലേക്കും ഒരേ വിട്ടിൽ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ സൈഡ് നമ്മൾ എക്സ്ട്രാ ഇട്ടത് ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നപ്പം നമ്മൾ കറക്റ്റ് അളവിനെടുത്തിട്ടുണ്ടെങ്കിൽ ചെരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലേക്ക് എത്താതെ വരും. സെൻറ്റർ പോർഷൻ കറക്റ്റായിട്ട് കിട്ടും, സൈഡിലേക്ക് വരുമ്പം നീളം എത്താതെ വരും. അപ്പോൾ ചെരിഞ്ഞ് വരുന്നതുകൊണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ ലെങ്ത്ത് കൂട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിടർത്തി കൊടുത്ത് ഓരോ പ്ലീറ്റും വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ മറ്റേ സൈഡിൽ എവിടം തൊട്ട് എവിടം വരെയാണുള്ളത് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ട് അടയാളപ്പെടുത്തി മുകളിലും താഴെയും എവിടം മുതൽ എവിടം വരെയാണുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് എടുക്കുക. എങ്കിലാണ് നമുക്ക് 2 സൈഡും ഒരേ വിഡ്ത്തിൽ ഒരേപോലെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും 2 സൈഡിലും ഒരേപോലെ തന്നെ വരാൻ പാകത്തിന് അതുപോലെ തന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാണ് നമ്മളെ ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡിസൈനിങ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ നമുക്ക് ഫ്രോക്കിന് ഒരു പ്രത്യേക ലുക്ക് കിട്ടും. പിന്നെ പാനലായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറും കിട്ടും. പിന്നെ ഇങ്ങനെ ഒരു കട്ടിങ് വന്നാലാണ് നമുക്ക് അവിടെ പീസ് വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ 3 പീസ് പാനലിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ വന്ന പീസ് ഞാൻ ചെയ്ത പോലെ ബാക്കിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ബാക്കിൽ നിന്ന് നോക്കി വെട്ടി കളയാം കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും നമ്മുടെ സൈഡ് പീസുകൾ രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും ജോയിൻ ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നെക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്ത് നെക്കൊന്ന് വെച്ചടിച്ചതിന് ശേഷം നെക്കിന് വേണ്ടുന്ന ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയ പീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ വേസ്റ്റായിട്ട് വന്നിരിക്കുന്ന പോർഷനിൽ നിന്ന് നെക്കിൻ്റെ ഷേപ്പ് നോക്കി വെട്ടിയെടുക്കാം കേട്ടോ. ഇനി ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് ആദ്യം നെക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാൻവാസിൽ ചെയ്ത് എടുത്താലും ഭംഗിയാണ്. ഞാൻ എളുപ്പം നോക്കി ഇങ്ങനെ ചെയ്താണ് കേട്ടോ. ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ അടിച്ചു കൊടുത്ത് നെക്കിലേക്ക് വെച്ച് കൊടുത്ത് സാധാരണ നോർമൽ നമ്മൾ നെക്ക് ചെയ്യും പോലെ ചെയ്തെടുക്കുക. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യണതും സ്ലീവ് പിടിപ്പിക്കണമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് മെയിനായിട്ട് ഈ ഫ്രണ്ടിൽ വരുന്ന ഡിസൈനും ഈ 3 പീസ് പാനലിൻ്റെ ഒരു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരിക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നെക്കിൻ്റെ പീസെല്ലാം എടുത്ത് കട്ട് ചെയ്ത് നമ്മൾ നെക്ക് ചെയ്തെടുക്കുക. പിന്നെ സ്ലീവ് മടക്കി അടിച്ച് കൊടുക്കുക. മുകളിൽ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് സ്ലീവ് അടിച്ചെടുക്കുക. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്ത് പിന്നെ സ്ലീവൊക്കെ വെച്ച് കൊടുത്ത് താഴെ ഭാഗത്ത് ഒന്ന് നമ്മൾ ഷേപ്പ് കയറി ഇറങ്ങിയായിരിക്കും ഇരിക്കുന്ന പീസുകൾ പിടിപ്പിച്ചതുകൊണ്ട്. അപ്പോൾ ആ പീസുകൾ പിടിപ്പിച്ചതിൻ്റെ ലൈനിങ്ങിൻ്റെ നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അതുപോലെ നല്ല പീസിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പീസ് ചെരിഞ്ഞ് വരുന്ന ഭാഗത്ത് കൂടുതലുണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുക. പിന്നെ സ്ലീവൊക്കെ പിടിച്ച് ഷേപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെ വരുമ്പോഴത്തേക്കും ലൈനിങ്ങും നല്ല പീസും കൂടെ രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകണം. എന്നിട്ട് നമുക്ക് രണ്ടും നമുക്കൊന്നും കൂടി ലെവലൊക്കെ നോക്കി കറക്റ്റാക്കി എടുത്തിട്ട് അടി ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ കുർത്തിയുടെ ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ പീസൊക്കെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവ് പിടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ലെവൽ നോക്കുക. ഫ്രണ്ട് ബാക്ക് പീസിൽ ഞാൻ ഇപ്പോൾ ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും ലെവൽ ചെയ്ത് എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് നോക്കുക. കയറി ഇറങ്ങി കിടക്കുന്ന പീസുകളൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. പിന്നെ സൈഡിലേക്ക് ഒരു 2-2.5 ഇഞ്ചോളം കയറ്റി വളച്ച് തന്നെ എടുക്കുക. നമ്മൾ സൈഡ് തൂങ്ങി വരാതിരിക്കാനാണ് അങ്ങനെ എടുക്കുന്നത്. അതിനുശേഷം ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അടി മടക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ സൈഡിലേക്ക് തൂക്കം ഉണ്ടോ എന്നൊക്കെ നോക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ വീഡിയോ ലെങ്ത് ആയി പോകാതിരിക്കാൻ ഞാൻ എടുത്തിട്ടില്ല. എല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസും മോഡലും കാര്യങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.